ജനുവരി 18 യോഹന്നാൻ 1:29 മുതൽ 34 വരെ വാക്യങ്ങൾ. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ വളരെ ശക്തമായൊരു കഥയുണ്ട്. ദാവീദ് രാജാവിൻ്റെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു കഥ. ഒരു ദിവസം പ്രവാചകൻ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറയുന്നു, ഒരു പട്ടണത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരാൾ ധനികനും ശക്തനുമായിരുന്നു, മറ്റേയാൾ ദരിദ്രനും നിസ്സഹായനും. ധനികന് ധാരാളം ആട്ടിൻകൂട്ടങ്ങളുണ്ടായിരുന്നു, മറുവശത്ത് ദരിദ്രന് ഒരു ചെറിയ കുഞ്ഞാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദരിദ്രനും മക്കളും കുഞ്ഞാടിനെ ഒത്തിരി സ്നേഹിച്ചു. അവർ ദിവസം മുഴുവൻ അതുമായിട്ട് കളിച്ചു. അവർക്കുള്ള ഭക്ഷണം പങ്കിടാൻ അവർ കുഞ്ഞാടിനെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞാട് ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. ഒരു ദിവസം ഒരു സന്ദർശകൻ ധനികന്റെ വീട്ടിൽ വന്നു. എന്നാൽ തൻ്റെ അതിഥിയെ പോറ്റാൻ സ്വന്തം ആടുകളിൽ നിന്ന് ഒന്നിനെയും കൊല്ലാൻ അവൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൻ തൻ്റെ ദാസന്മാരെ ദരിദ്രന്റെ വീട്ടിലേക്ക് അയച്ചു. ദരിദ്രന്റെ കുഞ്ഞാടിനെ എടുത്ത് തൻ്റെ അതിഥിയെ പോറ്റാൻ അതിനെ അറുക്കാൻ പറഞ്ഞു. ഈ ധനികന്റെ ക്രൂരത എത്ര ഹൃദയസ്പർശിയായിട്ടാണ് സാമുവേൽ പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്? യഹൂദ പെസഹ വിരുന്നിൻ്റെ കേന്ദ്ര സവിശേഷത പെസഹ ഭക്ഷണത്തിനിടയിൽ ഭക്ഷിച്ച കുഞ്ഞാടായിരുന്നു. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ തലേന്ന് ഇസ്രായേലിയുടെ കുടുംബങ്ങൾ ഭക്ഷിച്ച കുഞ്ഞാടിനെ അത് ഓർമ്മിപ്പിക്കുന്നു. അവരുടെ വീടുകളുടെ വാതിലുകളിൽ രക്തം പുരണ്ടിരുന്നു. ആദിജാതന്മാരെയെല്ലാം നശിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ വന്നപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്ന ഇസ്രായേലിൻ്റെ വീടുകളെ അത് കടന്നുപോയി. പിന്നീട് ഇത് വിമോചനത്തിൻ്റെ പ്രതീകമായും യഹൂദ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായി മാറി. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവാണ് നമ്മുടെ കുഞ്ഞാട്. യേശു യാഗത്തിൻ്റെയും അതിൻ്റെ ബലിയുടെയും അടയാളമായിട്ട് അവൻ്റെ മരണവും പുനരുദ്ധാനവും ദൈവത്തിനും അവൻ്റെ ജനത്തിനുമിടയിൽ ഒരു പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് രക്ഷയും മോചനവും ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പേര് യെശയ്യാ പ്രവാചകൻ നാം വായിക്കുന്ന കഷ്ടപ്പെടുന്ന ദാസനെയും ഒരു കുഞ്ഞാടിനെ പോലെ കൊലക്കളത്തിലേക്ക് നയിക്കുന്ന സംഭവത്തെയും ഓർമ്മിപ്പിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലും ലോകത്തിലെ തിന്മയെ നശിപ്പിക്കുന്ന വിജയകരമായ അപ്പോക്കലിസ്റ്റിക് കുഞ്ഞാടിനെ കുറിച്ച് നാം വായിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സ്നാപക യോഹന്നാന്റെ വാക്കുകളെ പരാമർശിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: പാപങ്ങളെ എടുക്കുക എന്ന് വാസ്തവത്തിലെ അതിൻ്റെ അർത്ഥം ഉയർത്തുക എന്നതാണ്, അല്ലെങ്കിൽ സ്വയം ഏറ്റെടുക്കുക. യേശു ലോകത്തിലേക്ക് വന്നത് ഒരു കൃത്യമായ ദൗത്യവുമായാണ്. മനുഷ്യരാശിയുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക. എങ്ങനെ? സ്നേഹിക്കുന്നതിലൂടെ. തിന്മയെയും പാപത്തെയും കീഴടക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിലേക്ക് നയിക്കുന്ന സ്നേഹമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിൻ്റെ ശിഷ്യന്മാരാകുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം
ദ്രോഹത്തെ നിഷ്കളങ്കത കൊണ്ടും ശക്തിയെ സ്നേഹത്താലും അഹങ്കാരത്തെ താഴ്മ കൊണ്ടും പദവിയെ സേവനത്താലും മാറ്റി സ്ഥാപിക്കുക എന്നതാണ്. എല്ലാവർക്കും നല്ല വിശുദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.